ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 6 ബിഗ് ബോസ് മലയാളം സീസൺ 6 കുറച്ച് കാര്യങ്ങളാണ്. അതായത് ജാസ്മിൻ ജാഫർ, അതായത് വൃത്തിയുള്ള ജാസ്മിൻ ജാഫറും അതുപോലെ തന്നെ ജാസ്മിനെ ചൊറിയാനായിട്ട് മാത്രം നിന്നുകൊണ്ടിരിക്കുന്ന സിബിൻ ബ്രോ, അതായത് DJ സിബിനും, പിന്നെ പോരാത്തതിന് നമ്മുടെ ജിൻഡപ്പൻ മസിലിയൻ. അപ്പോൾ ഈ രണ്ട് പൊട്ടന്മാരെ കുറിച്ചാണ് ഇത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ വീഡിയോക്ക് പോകുന്ന മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ആദ്യത്തെ വിഷയം ജാസ്മിൻ ജാഫറിൻ്റെ വൃത്തി. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ടീം സിബിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പവർ ടീമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പവർ ടീമിൽ അവർ ഏറ്റവും നല്ലതായിട്ട് യൂട്ടിലൈസ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ആ റൂം ലോക്കാക്കി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നല്ലതായിരുന്നു. പിന്നെ പോരാത്തതിന് നല്ല നല്ല ഗെയിമുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത് സായ് എന്ന് പറയുന്ന വ്യക്തി അടിപൊളിയായിട്ട് ഗെയിം വിൻ ചെയ്യുന്നുണ്ട്. നല്ലവണ്ണം ഗെയിം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള രീതിയിൽ അദ്ദേഹം പ്രകടനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സായ് എന്ന് പറയുന്ന വ്യക്തി നമ്മൾ പൊക്കി പറയേണ്ടതുണ്ട്. അദ്ദേഹം ഇത്രയും കാലം ഞാൻ പൊക്കി പറയില്ല, സായി ഒരു മണ്ടനായിരിക്കും, പൊട്ടനാണ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും സായിയുടെ റൂട്ട് എന്താണെന്നുള്ളത് സായിക്ക് കറക്റ്റ് അറിയാം. അതുകൊണ്ട് ആ റൂട്ടിലേക്ക് സായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് സായി എന്ന എനിക്ക് ഇപ്പോൾ പേഴ്സണലി എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. സായിയുടെ ഗെയിം എന്ന് പറയുന്നത് പനയും തിന്ന എന്നുള്ളൊരു ഗെയിമാണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സായിയുടെ ഗെയിം അടിപൊളിയാണ്, ആ സ്ട്രാറ്റജി അടിപൊളിയാണ്, ആ സ്ട്രാറ്റജി മുന്നോട്ട് പോകട്ടെ. എന്നിരുന്നാൽ പോലും നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് സിബിൻ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ആൻഡ് ഗബ്രി, അതായത് ജബ്രി കുട്ടന്മാരെയാണ് നമ്മളെ ഇന്നത്തെ നായികമാർ. അവർ ടൈറ്റാനിക്കിൽ നിന്ന് വേർപിരിഞ്ഞ് അവർ രണ്ടാളും സെപ്പറേറ്റ് ആയി എന്നൊക്കെ വിചാരിച്ച് ജനങ്ങളെ പിടിയിടുമ്പോൾ വേട്ട അവസാനിച്ചു എന്ന് ഇരകളെ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ വേട്ടക്കാരെന്ന് പറഞ്ഞ പോലെ ഇവർ വേട്ട അവസാനിച്ചു എന്ന് വിശ്വസിപ്പിക്കുകയാണ് ജനങ്ങളെ. അങ്ങനെ വേട്ട ഒന്നും അവസാനിപ്പിച്ചില്ല എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ജാസ്മിനെ ഭയങ്കര അധികമായിട്ട് 2 ദിവസങ്ങളായിട്ട്, ഒരു ദിവസം ജാസ്മിൻ തല കറങ്ങി ബോധം കെട്ടു, അതിനുശേഷം ജാസ്മിൻ വന്നു, പിറ്റേ ദിവസം പ്രഷർ ഹൈ ലെവലിൽ ഓണായിട്ട് വന്നു ജാസ്മിനെ. അപ്പോൾ സിബിൻ തുടങ്ങി. പക്ഷെ സിബിൻ പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട്, അതായത് കറക്റ്റ് എന്താണോ കൊടുക്കേണ്ടത് അതാണ് സിബിൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് സിബിൻ അല്ലെങ്കിൽ ജാസ്മിൻ ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഓവറായിട്ടുള്ള വള്ളിയെ പിടിച്ച് ജാസ്മിൻ്റെ അടുത്ത് വന്നിട്ട് ആ വള്ളിയെ ജാസ്മിൻ്റെക്ക് കൊടുക്കുകയോ അങ്ങനെ സിബിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മൈൻഡിൽ എനിക്ക് തോന്നിയൊരു കാര്യം. അതായത് സിബിൻ എന്താണോ ആ ഒരു പോയിന്റ്, അതായത് ജാസ്മിൻ നീ അത് ചെയ്ത് ശരിയല്ല എന്നുള്ളത് ജാസ്മിൻക്കും അറിയാവുന്ന കാര്യത്തെയാണ് ജാസ്മിൻക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാസ്മിൻ, പിന്നെ അതുപോലെ തന്നെ ജാസ്മിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻക്ക് ഏതൊരു കാര്യം പറഞ്ഞാലും ജാസ്മിൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും കാണുമ്പോൾ എല്ലാവർക്കും തോന്നും. അതായത് ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം പഠിക്കണം. അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ജാസ്മിൻ. അത് വളച്ചിട്ട് അതിനെ വേറെ ഇതിലേക്കും വൈകിലേക്ക് മുനിസിപ്പാലിറ്റി വഴി കാടാമ്പേ വളാഞ്ചേരി അങ്ങനെ പോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ജാസ്മിൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെയും അത് മാനിപ്പുലേറ്റ് ചെയ്ത് വേറൊരാളിലേക്ക് എത്തിക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ എങ്ങനെ, അതായത് വൃത്തിയുടെ ഒരു കാര്യം പറഞ്ഞു, അത് ബാത്റൂമിൽ ചെരുപ്പിടുന്ന ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷയം. അപ്പോൾ ബാത്റൂമിൽ ചെരുപ്പിട്ട് പോകുന്നതും വരുന്നതും, അതായത് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു വീടിനെ സ്വന്തമായും വീടായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു വീട്ടിൽ നമ്മളെ പേഴ്സണൽ ലൈഫിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഹൈജീനിക് എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും. നമ്മൾ പുറത്തിറങ്ങുമ്പോഴേക്കാണ് നല്ല ഹൈജീനിക്കും നല്ല വൃത്തിയായിട്ടും നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് നടക്കുന്നത്. ഇപ്പം ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നത് ഈ എന്താണ് ബിഗ് ബോസിന് മുമ്പേ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് നല്ല അടിപൊളിയായിട്ട് ബ്യൂട്ടി ബ്ലോഗർ ചെയ്യുന്ന നല്ല ക്ലീനിങ് ആയിട്ട് നല്ല വൃത്തിയോടെ നടക്കുന്ന ഒരു പെൺകുട്ടീനെയാണ് വിചാരിച്ചിരുന്നത്. ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് ജാസ്മിൻ ജാഫർ എന്താന്നുള്ളതും ജാസ്മിൻ ജാഫർ എങ്ങനെയാന്നുള്ളതും നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നത് ആ വീടിനെ സ്വന്തം വീടായിട്ട് കാണുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നമ്മൾ ഒരു അർജന്റായിട്ട് മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഹൈജീനിക് എന്ന് പറയുന്നത് നമ്മളാണ് ഹൈജീൻ ആക്കുന്നത്, അല്ലാതെ മറ്റുള്ളവരല്ലല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, രാവിലെ വന്നിട്ട് ബാത്റൂം ക്ലീൻ ആക്കുന്നു, ആ ബാത്റൂമിൽ നിന്ന് നമ്മൾ മൂത്രമൊഴിച്ചിട്ടോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോയിട്ടോ നമ്മൾ പുറത്തിറങ്ങി വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചെരുപ്പിടാതിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ ആ കാലം നമ്മളെ ബാത്റൂമിൽ നമ്മൾ ക്ലീൻ ആക്കുന്നുണ്ടാവും, നമ്മളെ കാലം നമ്മൾ ഹൈജീനായിരിക്കും. ആ വിശ്വാസത്തിലാണ് ജാസ്മിൻ നടക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞു വരുന്നത് ജാസ്മിൻ്റെ ഈ ഒരു പ്രശ്നം ഇങ്ങനെ പറയായിരുന്നെങ്കിൽ ജാസ്മിൻ നല്ല സപ്പോർട്ട് കൂടിയേനെ എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. പക്ഷേ ജാസ്മിൻ എന്താ ചെയ്യുന്നത്, അവിടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ എന്താണ് ജിൻഡോൻ്റെ കുപ്പിയെ കുറിച്ച് പറഞ്ഞു. ഇതാണ് ഒന്നാമത്തെ കാര്യം.
പിന്നെ ജിൻഡോ എന്ത് കിട്ടിയാലും അതിനെ പിടിച്ച് ഡബിൾ മീനിങ് കൂടി അത് എങ്ങനെയും ജാസ്മിൻ അടിച്ച് താഴ്ത്താന്നുള്ള നിലക്ക് നോക്കുന്നത്. എന്താണെങ്കിലും ജിൻഡോന്റെ ഗെയിമും അതുപോലെ തന്നെ സിബിന്റെ ഗെയിമും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർ പരമാവധി ജാസ്മിൻ എങ്ങനെ ഡൗൺ ആക്കാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇതിന്റെ തുടക്കം കൊടുത്തത് നമ്മുടെ സായി എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ്. സീക്രട്ട് ഏജന്റ് ആണ്. സീക്രട്ട് ഏജന്റ് കറക്റ്റ് മീറ്റർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ കുറച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സിബിനും ജിൻഡോയും പ്ലാൻ ചെയ്ത് കറക്റ്റ് മീറ്ററിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാസ്മിൻ ഇങ്ങനെ ഓരോ ദിവസം ഇടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജാസ്മിൻ്റെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഇവർ പറയുന്നത് കറക്റ്റ് പോയിന്റാണ്. അതായത് ജാസ്മിൻ എങ്ങനെയൊക്കെയോ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ തന്നെ ബ്ലോക്ക് ചെയ്യുന്നത്. അല്ലാതെ ജാസ്മിൻ്റെ ഇല്ലാത്തൊരു കാര്യം വളച്ചൊടിച്ച് സിബിൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. പിന്നെ സിബിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയേണ്ടതാണ്, സിബിൻ കുറച്ച് ഓവറാണ്. അതായത് സിബിൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗെയിം ഒന്നോ രണ്ടോ ദിവസത്തേക്കാണെങ്കിൽ ഓക്കെ, അതിൽ കൂടുതൽ ദിവസത്തേക്ക് സിബിൻ്റെ ഗെയിം പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന ആളുകളൊക്കെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഏകദേശം ആളുകളൊക്കെ ജാസ്മിനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ജാസ്മിൻ ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഗെയിമർ ആയിരുന്നല്ലോ, ജാസ്മിൻ്റെ ഗെയിം അവിടെ പോയി എന്നുള്ള ചിന്തിക്കാൻ ആ ഒരു മൈൻഡ് ജനങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഗെയിം ചെയ്യുമ്പോൾ ജാസ്മിൻ പാവലേ, അവരെ സപ്പോർട്ട് ചെയ്യുക, അവൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്, അവൾ വിഷമിക്കുന്നുണ്ട്, ഈ ഒരു സംഭവം. പക്ഷെ ഇതൊക്കെ അവൾ ഉണ്ടാക്കിയതാണ്, അത് നമ്മൾ ചിന്തിക്കണം ആദ്യം. അപ്പോൾ ഈ ഒരു സംഭവം ജനങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ആളുകളെങ്കിലും, അതായത് ഒരു 100-ൽ 5% ആളുകളെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അത് 5 ആണെങ്കിൽ നാളെ അത് 10 ആവും, 10 പിന്നെ 15 ആവും, പിന്നെ 20 ആവും, പിന്നെ 30 ആവും. അങ്ങനെ ജാസ്മിന് സപ്പോർട്ട് കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രാറ്റജി പരമാവധി സിബിനെ ഒഴിവാക്കിയില്ല എങ്കിൽ ജാസ്മിൻ തന്നെ ആയിരിക്കും ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു തോന്നൽ എൻ്റെ പോസിറ്റീവ് പോയിന്റ് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ടീമിൻ്റെ മത്സരങ്ങളായിരുന്നു. എന്തായാലും ഗെയിമും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ മറ്റേ കുടത്തിൻ്റെ ഗെയിമിൽ സായി കൃഷ്ണ ജയിച്ചു, അതുപോലെ തന്നെ ബ്രെഡിൻ്റെ ഗെയിമിലും സായി ജയിച്ചു. അപ്പോൾ അങ്ങനെ പവർ ടീമിൻ്റെ കാര്യങ്ങളിൽ പവർ ടീം ചൂസ് ചെയ്തു. പവർ ടീം എന്തായാലും ഇപ്രാവശ്യത്തെ പവർ ടീം അത്യാവശ്യം ജനങ്ങളിലേക്ക് എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ ഒരു ബിഗ് ബോസിൻ്റെ ഈ ഒരു ആഴ്ചയിൽ എനിക്ക് തോന്നിയിട്ടുള്ള വീക്ക്ലി റിവ്യൂ ആയിട്ട് എൻ്റെ റിവ്യൂവിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. ഇനി നാളെ ലാലേട്ടൻ കാര്യങ്ങളാണ്. അപ്പോൾ നാളത്തെ ലാലേട്ടൻ്റെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം തിങ്കളാഴ്ച ബിഗ് ബോസിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ആഴ്ചയിലെ പ്രകടനത്തെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നിയത്? ഈ പ്രകടനത്തിൽ മെയിനായിട്ട് എനിക്ക് തോന്നിയത് സായി, അതുപോലെ തന്നെ നമ്മുടെ സിബിൻ, അതുപോലെ തന്നെ ജിൻഡോ, അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ ജാഫർ, ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു വീക്കിൽ തിളങ്ങി എന്ന് തോന്നിയത്. തിളങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടന്റ് കിട്ടി എന്നുള്ള എനിക്ക് തോന്നിയ ഒരാൾ എന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. പിന്നെ പോരാത്തതിന് മൂന്നാമതൊരാളെ നമ്മൾ പറയണം, പക്ഷേ അഞ്ചാമതൊരാളെ പറയണം. അതായത് നമ്മുടെ ഗബ്രിക്കുട്ടൻ. എവിടെയോ ആരെങ്കിലും ഒരു ഇങ്ങനെ വലിച്ചാൽ അവിടെ പോയിട്ട് ആരാ വലിച്ചത് എന്ന് വെച്ചാൽ അവിടെ പോയിക്കും. അങ്ങനെ ഒരു മൊണ്ണ ബിഗ് ബോസിനകത്ത്. പിന്നെ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് നല്ല വ്യക്തമായിട്ട് എനിക്കറിയാം എന്ന് ഇങ്ങനെ പറയാനല്ലാതെ നമുക്ക് ഒരു കാര്യം ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുകൊണ്ട് അവനെ സംസാരിക്കുന്നത്. ഞാൻ സത്യമായിട്ട് പറയണേ, എനിക്ക് പേഴ്സണലി ഗബ്രി സംസാരിക്കുന്നത് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. അതുപോലത്തെ നമ്മുടെ നൂറ ഒരു ചീവീട് കൂക്കണമാരിക്കത്തെ സൗണ്ട്. ഇതിപ്പോൾ നമ്മളൊരു സൗണ്ടിനെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് കുറ്റം പറയാന്നുള്ളതല്ല, പക്ഷേ എന്തിനും കയറി ഈ സൗണ്ട് പറയുമ്പോൾ നമുക്കൊരു റോങ് ആയിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതും നമ്മളുടെ ഗെയിം ആണെങ്കിലും അവൾക്ക് മറ്റേ ഒരു സിനിമയുടെ ഒരു കഥാപാത്രമായി ചെയ്യാണ്ടായിരുന്നു. അതൊക്കെ ഇവൾ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്, അതൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ എല്ലാത്തിനും കയറിയിട്ട് ഇന്നലെ ചെരുപ്പിടാത്തിന്റെ ഒരു പ്രശ്നം വന്ന് പറഞ്ഞപ്പോൾ അത് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടുത്തെ സൗണ്ട് വരുന്നത് അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. അങ്ങനെ നൂറിന്റെ കാര്യത്തിൽ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ എന്തിനും കയറി ഇറിറ്റേറ്റ് ആവുന്ന നമ്മുടെ ഗബ്രി കുട്ടനും ഈ രണ്ട് ആളുകളും ബിഗ് ബോസിനകത്ത് വെറുതെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ എവിടെ ഒച്ച ഉണ്ടാക്കിയോ അവിടെ ഗബ്രിക്കുട്ടൻ വരും, എവിടെ ഒച്ച ഉണ്ടാക്കിയോ ഗബ്ഗേ ജാ എന്ന് പറഞ്ഞിട്ട് വരും തുടങ്ങും. അപ്പോൾ ഇങ്ങനെ രണ്ട് പൊട്ടന്മാരാണ് ബിഗ് ബോസിനകത്തുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അപ്പോൾ പിന്നെ ഒന്നുള്ളത് അർജുൻ ശ്രീധവ്. അതായത് ഗബ്രിക്കുട്ടന്മാരെ ബിഗ് ബോസിനെ ഇങ്ങനെ ഒരു അകത്തേക്ക് ഇങ്ങനെ ഒരു മൂലയ്ക്ക് മാറ്റി. പിന്നെ അവിടുന്ന് ക്യാമറ വല്ല അർജുൻ ശ്രീധവിലേക്ക് എത്തി. ക്യാമറമാൻ ഇവരെങ്ങനെയും ഒന്ന് വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും എങ്ങനെ നടക്കും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ കണ്ടിരിക്കാൻ രസമായിട്ട് തോന്നുന്ന ഒരു കോംബോ എന്ന് പറയുന്നത് അർജുൻ ശ്രീധവ് തന്നെയാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. എനിക്ക് പേഴ്സണലി ഇവർ കണ്ടിരുന്ന എന്താണ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവരുടെ ഓരോ സംസാരങ്ങളും അതുപോലെ തന്നെ ഇവർ പറയുന്ന വാക്കുകളൊക്കെ പേഴ്സണലി എനിക്ക്
ഒരു എൻജോയ്മെന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇനി മറ്റുള്ളവർക്ക് എങ്ങനെ തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടെ. ഭയങ്കര ബോറായിട്ട് ജാസ്മിനും ഗബ്രിയും കാട്ടണ പോലെ ബോറായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതായത് കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ വരുതിയിലുണ്ട്. അവർ കട്ട് നിന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ അവർ ഇരുന്ന് സംസാരിക്കുന്നതായിക്കോട്ടെ, അവരിങ്ങനെ ഒരു കുട്ടികളി കളിക്കുന്നതൊക്കെ നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാൻ തോന്നുന്നുണ്ട്. മറ്റിവരെ പോലെ ഏത് നേരം നോക്കിയാലും ഈ ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് അർജുനും എന്താണ് ശ്രീധുവിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. അത്രേ ഉള്ളൂ ഈ ആഴ്ചയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ഇനി ലാലേട്ടന്റെ എപ്പിസോഡിന് ശേഷം ബാക്കി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആരാണ് ഔട്ടാവാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഔട്ടാവാൻ വിചാരിച്ച ആൾ തന്നെ ആയിരിക്കും. മേ ബി അതിൽ ഒരാളെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഇതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ ജാൻമണി വേസ്റ്റ് കണ്ടസ്റ്റന്റ്. ഇത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.